വസ്തു എഴുതി നൽകാത്തതിന്റെ പേരിൽ കൊല്ലത്ത് അച്ഛന്റെ കാൽ തല്ലിയൊടിച്ച് മകന്റെ ക്രൂരത. കൊട്ടാരക്കര ഉമ്മന്നൂർ ചെപ്ര സ്വദേശി ഗോപിയുടെ വലതുകാലാണ് മകൻ ഉണ്ണി മദ്യലഹരിയിൽ തല്ലിയൊടിച്ചത്. 70 വയസ്സുള്ള ഗോപിയുടെ കാൽ പഴുത്ത് പുഴുവരിച്ചതോടെ പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ഇടപെട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മകൻ ഉണ്ണിയെ പോലീസ് പിടികൂടി. ഒരാഴ്ച മുൻപാണ് ഗോപിക്ക് മർദ്ദനമേറ്റത്. മദ്യലഹരിയിലായിരുന്ന മകൻ ഉണ്ണി വാക്കുതർക്കത്തെ തുടർന്ന് പിതാവിന്റെ കാലടിച്ചൊടിക്കുകയായിരുന്നു. വസ്തു ഉണ്ണിയുടെ പേരിൽ എഴുതി നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു മർദ്ദന കാരണം. എത്ര അടി അടിച്ചു? തേക്കും കമ്പം കൊണ്ട്. ഈ മോനെന്തോ ജോലി? വലതുകാലിന്റെ അസ്ഥി ഒടിഞ്ഞ ഗോപിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വേണ്ട പരിചരണം നൽകാനോ മകൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒടുവിൽ കാൽ പഴുത്ത് പുഴുവരിച്ച് വേദന സഹിക്കാൻ വയ്യാതെ ഗോപി നിലവിളിച്ചതോടെയാണ് അയൽവാസികളും വാർഡ് മെമ്പറും ഇടപെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, വീണ്ടും തിരിച്ച് ജാമ്യത്തിൽ ഇറക്കി. അങ്ങനെ എന്ത് വിഷയങ്ങളാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രശ്നക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അറിയുന്നില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഇപ്പോഴാണ്. ഒരു 3 ആഴ്ച മുമ്പെങ്ങാണ്ട് ഇവർ അച്ഛനും മോനോട് അടിയായിട്ട് ഈ അച്ഛൻ്റെ കാല് തല്ലി ഒടിച്ച് തേക്കും കമ്പിന് മുറ്റത്തിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവ അടിച്ച് പൊട്ടിച്ച് ഈ എല്ലെന്തോ ഇതായി ഒടിഞ്ഞ് മാറിയിട്ട് തൊടയിൽ മുറിവുണ്ടായി. ഈ 2-3 ആഴ്ചയായിട്ട് ഇദ്ദേഹം അവിടെ കിടന്ന് വേദന അനുഭവിക്കും. എന്നാൽ അണുബാധ ഗുരുതരമായതോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ അറിയിച്ചെങ്കിലും ഇയാളുടെ മകൻ എത്തിയില്ലെന്നാണ് പരാതി. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഭാര്യയെയും കൂട്ടി ഗോപിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയെ തുടർന്ന് വീട്ടിലെത്തിയ പോലീസിനെ കണ്ട് ഉണ്ണി ഒളിച്ചിരുന്നെങ്കിലും പോലീസ് കൈയോടെ പിടികൂടി. ന്യൂസ് 18 കൊട്ടാരക്കര.